മാതൃഭൂമി ഡിസംബർ 29 ശനിയാഴ്ച. എന്താണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നയം? ഒരു നയമുണ്ടെന്ന് ഉറച്ചു, ആ നയം മാറ്റിയിട്ടില്ല എന്നും ഉറച്ചു. ഇനി അറിയേണ്ടത് എന്താണ് ആ നയം എന്നതാണ്. വളരെ വ്യക്തമായി പറയുന്നു സമസ്തയുടെ നേതാക്കൾ. അന്ന് സമസ്തയിൽ APK ധ്രുവീകരണങ്ങളില്ല, അന്ന് സമസ്തയിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളില്ല. ആ കാലത്ത് ശംസുൽ ഉലമ ആവർത്തിച്ചു പ്രഖ്യാപിച്ച നയം എന്താണെന്ന് മാതൃഭൂമി: സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തും. സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തും. ഈ വിരുദ്ധത എന്ന് പറഞ്ഞാല് ചിലപ്പോ നമുക്ക് തിരിയാതെ പോകരുത്. ചിരിക്കണോലെല്ലാരും നമ്മളെ ലോകക്കാരും, ചിരിക്കാത്തോലെല്ലാരും നമ്മളെ എതിരാളികളോ എന്ന് കരുതിയിട്ട് കാര്യമില്ല. വിരുദ്ധത എന്നത് വളരെ വസ്തുനിഷ്ഠമായി നമ്മൾ വിലയിരുത്തണം. ചിരിച്ചാ തിരിച്ചു ചിരിച്ചു കൊടുക്കുക. കാന്തപുരം ഉസ്താദിന്റെ രാഷ്ട്രീയ നിലപാട് എന്ന് പറഞ്ഞാല് ഒരു ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി രൂപപ്പെട്ടതൊന്നല്ല. അത് കരുതി AP ഉസ്താദിന്റെ ചെരുപ്പ് ഏത് ഹോട്ടലിന്റെ മുന്നിലാണ് ആരും പച്ചാപ്പകല് ടോർച്ചടിച്ച് തെരയും വേണ്ട. അത് ഞങ്ങൾ ആമുഖമായി ഓർമ്മപ്പെടുത്തുക. കാന്തപുരം ഉസ്താദിന്റെ രാഷ്ട്രീയ നിലപാട് ഒന്ന്, സമസ്തയുടെ പഴയകാല ചരിത്രം പഠിച്ചിട്ടുള്ളതാണ്. രണ്ട്, കഴിഞ്ഞ കാലങ്ങളിലെ പതിറ്റാണ്ടുകളിലെ താൻ കടന്നു വന്ന കനൽപാദങ്ങളിൽ നിന്ന് ഊതിക്കാച്ചിയെടുത്ത കരുത്തുറ്റ നയ നിലപാടുകൾ. അതാണ് കാന്തപുരം ഉസ്താദിന്റെ രാഷ്ട്രീയ നിലപാട്. ഇരിക്കട്ടെ, ഞാൻ അതിലേക്ക് വരുന്നു. അതിന്റെ മുമ്പ് APK ആകുന്നതിന്റെ മുമ്പ് ഇതൊക്കെ ഈ സമുദായത്തെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൊണ്ടുപോകാനല്ലേ AP ഉസ്താദിന്റെ ഒരു പരിപാടിയാന്ന് പണ്ട് ലീഗാരെ പോലെ EK സുന്നിക്കാരെ പോലെ ലീഗാരും വിശ്വസിച്ചിനി പണ്ട്. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ അതിലൊന്നും പെടാത്തവും കുറച്ചുണ്ട് എന്ന് ചില ലീഗാർക്കൊക്കെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി ഞാൻ അതിലേക്ക് വരുന്നു. ഇരിക്കട്ടെ, സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തുക. കോഴിക്കോട് ഡിസംബർ 28 സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരെ തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയാണ് സമസ്ത മുഷാവറയുടെ തീരുമാനമെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി EK അബൂബക്കർ മുസ്ലിയാരും ജോയിന്റ് സെക്രട്ടറി KP മുഹമ്മദ് മുസ്ലിയാരും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാരും തിങ്കളാഴ്ച വ്യക്തമാക്കി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും രാഷ്ട്രീയപരമായി സംഘടിക്കേണ്ടതില്ലെന്നും സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരായി പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർത്തു പരാജയപ്പെടുത്താൻ യുക്തമായ നടപടികൾ അതാതു സന്ദർഭങ്ങളിൽ സ്വീകരിക്കണമെന്നുമാണ് മുശാവറ ഏകകണ്ഠമായി തീരുമാനമെടുത്തത്. 979 ഡിസംബർ, അതായത് 79 അവസാന മാസം 29 എടുത്ത തീരുമാനം. ആ തീരുമാനം അത് സമസ്ത സുന്നികളുടെ നിലപാടാണ് എന്ന് പിന്നീട് 1980 ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ പ്രഖ്യാപിച്ചു. 1980 ജനുവരി 2 1980 79 എടുത്ത നിലപാട് ഏതാനും ദിവസം കഴിഞ്ഞപ്പോ ശംസുൽ ഉലമ അരക്കിട്ടുറപ്പിച്ചു. എന്നിട്ട് അതൊന്നും കൂടി മുറുക്കിയെടുത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും പറഞ്ഞു സുന്നികളുടെ നയം, സമസ്തയുടെ നയം മാറ്റിയിട്ടില്ല. 16 പത്ര റിപ്പോർട്ട് വീണ്ടും. ഇങ്ങനെ ഒരു നിലപാട് അതെന്തുകൊണ്ടാണ് എടുക്കേണ്ടി വന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് തങ്ങന്മാരെയും പണ്ഡിതന്മാരെയും മുമ്പിൽ വെച്ച് ആലിമീങ്ങളുടെ പോരിശ പറഞ്ഞ് അധികാരത്തിലെത്തിയാൽ ആലിമീങ്ങളെ താറടിക്കുന്ന നിലപാടുകൾ എടുത്തു. അത് അസഹ്യമായി. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ തകർക്കാൻ സാമുദായിക രാഷ്ട്രീയ പാർട്ടി വളക്കൂറുള്ള മണ്ണാണെന്ന് വഹാബികൾ തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് അരീക്കോട്ട വക്കീലിനും ആ വക്കീലിന്റെ പിതാവിനും സുന്നികൾക്കിടയിൽ കാന്തപുരത്തെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണി മുടക്കിയ ഒരു തെരുവ് പിള്ളയെ ഉത്തരവാദപ്പെട്ട വക്കീലം പണിയുടെ പേരിൽ ഏറ്റെടുക്കാൻ തയ്യാറായത്. മാന്യന്മാര് എല്ലാ ചാപ്പിള്ളയെയും കൊണ്ട് നടക്കരുത്, എല്ലാ ചാപ്പിള്ളയും കൊണ്ട് നടക്കരുത് മാന്യന്മാരെ. വക്കാലത്താണെങ്കിലും അതിനൊരു മര്യാദ ഉണ്ടേ, ഏറ്റെടുക്കാൻ വേണ്ട വിഷയം വേണ്ടേ. ഏതൊരു വക്കീലിനും എടുക്കണ കേസിന് ഒരു എരമതിയാകണ്ടേ, അതല്ലേ എടുക്കാൻ പാടുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ നിലപാടിൽ ശൈഖുന കാന്തപുരം ഉസ്താദ് ഉറച്ചു നിന്നു. നമ്മുടെ സമകാലികമായ പ്രശ്നം ഇവിടെ ഒരാൾ ചോദിച്ചു, എന്തിനാണ് ഇവിടെ ലീഗിനെ ചീത്ത പറയുന്നതെന്നാണ്. അതെന്താണ്?
ലീഗിനെ എങ്ങനെയാണ് ചീത്ത പറയാതിരിക്കുക? ലീഗ് ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ മാസികകളിൽ എഴുതി വച്ചിട്ടുണ്ട്. നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ മുസ്ലിം ലീഗ് സമുദായത്തിലെ APK തർക്കങ്ങളിൽ ഇടപെടുകയും അതിൽ കടന്നു വരികയും ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ വളരെ സ്പഷ്ടമായി നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതിവിട്ടതാണ്. APK തർക്കമുണ്ടായപ്പോ അതിനിടയിലെ പ്രശ്നം പരിഹരിക്കാൻ ആരാണ് മുസ്ലിം ലീഗിനെ ഏൽപ്പിച്ചത്? മുസ്ലിം ലീഗ് ക്ഷണിക്കാതെ ആ വിഷയത്തിൽ ഇടപെട്ടു, വിളിക്കാതെ ആ പ്രശ്നത്തിൽ ചാടി വീണു. അതുകൊണ്ട് തന്നെ APK പ്രശ്നം വരുമ്പോ ഒന്നാമത്തെ വക്കാലത്ത് മുസ്ലിം ലീഗിന് തന്നെ കൊടുക്കുകയാണ്. വധഭീഷണിക്കാരന് സ്വീകരണം കൊടുക്കുമ്പോ അതിൽ കക്ഷിയായി വരുന്നത് അരീക്കോട്ട വക്കീൽ തന്നെയല്ലേ? അപ്പൊ എങ്ങനെയാണ് പിന്നെ അതിൽ മാറ്റി നിർത്താൻ കഴിയുക? അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിം ലീഗ്, ആ മുസ്ലിം ലീഗ് സാമുദായികമായ ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ തുടങ്ങി. അങ്ങനെ ഇടപെടാൻ തുടങ്ങുകയും സമുദായത്തിനെതിരെയുള്ള വഹാബികളുടെ രാഷ്ട്രീയ കടന്നുകയറ്റം, ആ രാഷ്ട്രീയ കടന്നുകയറ്റത്തെ ആദർശമായി പ്രതിരോധിക്കാനുള്ള വഴികൾ സമസ്ത സ്വീകരിച്ചതുകൊണ്ടാണ് 79 അങ്ങനെ ഒരു നിലപാടെടുക്കേണ്ടി വന്നത്. ഇവിടെ കാന്തപുരം അതല്ലേ ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ കാലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ആ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ കാന്തപുരം എടുത്ത നിലപാടുണ്ട്. എന്താണ് ആ നിലപാട്? കാന്തപുരം ഉസ്താദ് പറഞ്ഞു, സുന്നികളെ ആര് സഹായിക്കുന്നോ അവരെ സഹായിക്കുമെന്നതാണ്. മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ വളരെ വ്യക്തമായൊരു നിലപാടെടുത്തു. എന്തായിരുന്നു ആ നിലപാട്? സുന്നികൾ രാഷ്ട്രീയപരമായി സംഘടിക്കേണ്ടതില്ല. കേരളത്തിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും ഒരു മണ്ഡലത്തിലും രാഷ്ട്രീയപരമായി സുന്നികളുടെ ഒരു സ്ഥാനാർത്ഥിയില്ല. അതേ സമയത്ത് പണ്ട് സമസ്ത ഇവിടെയുള്ള രാഷ്ട്രീയ കക്ഷികളോട് പറഞ്ഞൊരു അഭ്യർത്ഥനയുണ്ട്. അതെന്താണ്? മുസ്ലിം സമുദായത്തിൽ നിന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥികൾ സുന്നികളായിരിക്കണമെന്നാണ്. ഇത് നോക്ക് നിങ്ങൾ, സുന്നി വോയിസ് ഇന്നത്തെ 1979 സുന്നി വോയിസ്, ആ സുന്നി വോയിസിൽ എന്താണുള്ളത്? സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തണം, സുന്നി വിരുദ്ധരെ പരാജയപ്പെടുത്തണം എന്ന ഹെഡിങ്ങിൽ പറയുന്നത് എന്താണ്? സുന്നത്ത് ജമാഅത്തിനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന സുന്നി വിരുദ്ധരായ രാഷ്ട്രീയക്കാർ അവരാരായാലും ശരി എതിർത്തു തോൽപ്പിക്കണമെന്ന് 16/6/79 തീരുമാനം യാതൊരു മാറ്റവുമില്ലെന്ന് സമസ്തയുടെ നേതാക്കൾ അറിയിച്ചു. 79 സുന്നി വോയിസ്, അന്ന് EKയും APയും ഒന്ന എന്താ പറയുന്നത്? സുന്നി സ്ഥാപനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നവർ. നോക്ക് നിങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ KV അബ്ദുൽ ഖാദർ നിരീശ്വരവാദിയാണ് എന്ന ഒച്ചപ്പാടുമായി ഇവിടെ സുന്നികൾ തന്നെ രംഗത്തു വന്നെങ്കിൽ ഇതിനേക്കാൾ തിക്താനുഭവങ്ങൾ സമുദായം അനുഭവിച്ചൊരു കാലമുണ്ടായിരുന്നു. ഏതായിരുന്നു ആ കാലം? 960കളിൽ ആദ്യമായി ഇവിടെ വഖഫ് ബോർഡ് രൂപീകരിക്കപ്പെട്ടു. ആ വഖഫ് ബോർഡ്